ഹായ് മക്കളെ, രണ്ട് കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് എല്ലാ വർഷവും റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഇത് ഷുവർ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് പറയാൻ പറ്റും. പുതിയ പാറ്റേൺസ് വരികയാണെങ്കിൽ മാത്രമേ ഈ ചോദ്യങ്ങൾ അല്ലാതെ വരാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ലൈവിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പറയാണ്, നമ്മളുടെ ഇതേപോലെയുള്ള ഷുവർ ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റേഴ്സിനും ചെയ്യുന്നുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിൽ അതേപോലെ കമന്റിലും പ്ലേ ലിസ്റ്റ് ഉണ്ടാവും. ആ ഷുവർ ക്വസ്റ്റ്യൻ പ്ലേ ലിസ്റ്റിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്ത് അതിലെല്ലാ ചാപ്റ്റേഴ്സും കവർ ചെയ്ത് നിങ്ങൾ ഉറപ്പ് വരുത്തുക. സോ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യം തന്നെ ഇലാസ്റ്റിസിറ്റി എന്താണെന്നുള്ള ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഒരു ബോഡിയുടെ അബിലിറ്റിയാണ് എന്തിനുള്ള തിരിച്ച് റീഗെയിൻ ചെയ്യാനുള്ള. ഇപ്പോൾ അതിൻ്റെ മുകളിലുള്ള അപ്ലൈ ചെയ്ത ഡീഫോമിംഗ് ഫോഴ്സ് റിമൂവ് ചെയ്താൽ, ചുരുക്കി പറയാൻ എൻ്റെ മുഖത്തിന് ഇടിച്ചാൽ എൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് മാറി. ഞാൻ ആ അപ്ലൈ ചെയ്ത ഫോഴ്സ് റിമൂവ് ചെയ്തപ്പോൾ എൻ്റെ മുഖം ഒറിജിനൽ ഷേപ്പിലൂടെ തിരിച്ചു വന്നു. ഈ സ്വഭാവത്തിന് വിളിക്കുന്നവരാണ് ഇലാസ്റ്റിസിറ്റി. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ റബ്ബർ, സ്റ്റീലൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അതിന് നേരെ ഓപ്പോസിറ്റ് പ്ലാസ്റ്റിസിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വസ്തുക്കൾക്ക് ഇങ്ങനെ തിരിച്ചു വരാൻ കഴിയില്ല. അപ്പോൾ ഇതെന്താണ്? ഇനബിലിറ്റി ഓഫ് എ ബോഡി ടു റീഗെയിൻ ഇറ്റ് ഷേപ്പാണ്. എക്സാമ്പിൾ വാക്സ്, പുട്ടിയൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. അടുത്തത് വാട്ട് ഈസ് സ്ട്രെസ് എന്നാണ്. ഇത് നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ മുകളിൽ ഞാൻ ഇതേപോലെ അപ്ലൈഡ് ഫോഴ്സ് ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്തു, ഒരു ബോഡിയെ പിടിച്ച് വലിച്ചു. അപ്പോൾ അതിൻ്റെ ലെങ്ത് കുറച്ചൊന്ന് കൂടി. അപ്പോൾ എന്താ സംഭവിക്കുക? ഞാൻ ആ ഫോഴ്സ് റിമൂവ് ചെയ്താൽ ഇയാൾ എന്ത് ചെയ്യും? തിരിച്ചു വരാൻ ശ്രമിക്കും അല്ലേ? അതിനർത്ഥം അവിടെ ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് ഉണ്ട്. ഒരു റീസ്റ്റോറിംഗ് ഫോഴ്സ് അവിടെ ഡെവലപ്ഡ് ആവും. ആ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെ വിളിക്കുന്ന പേരാണ് സ്ട്രെസ്. സോ റീസ്റ്റോറിംഗ് ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്നാണ് സ്ട്രെസ്സിൻ്റെ പേര്. അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? ഫോഴ്സിൻ്റെ അത് ന്യൂട്ടൺ ആണ്, ഡിവൈഡഡ് ബൈ ഏരിയൻ്റെ എന്താണ്? മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇതാണ് ഇയാളെ യൂണിറ്റ്. അപ്പോൾ എവിടെ നിങ്ങൾ സ്ട്രെസ് എന്ന് കണ്ടാലും അതിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് നിങ്ങൾ എഴുതിയാൽ മതി കേട്ടോ. അടുത്തത് സ്ട്രെയിൻ എന്താണ്? സ്ട്രെയിൻ എന്ന് ചോദിച്ചാൽ അവിടുത്തെ രണ്ട് ഡെഫിനിഷൻ പറയാറുണ്ട്. അതായത് ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ഒറിജിനൽ ഡയമെൻഷൻ്റെ റേഷ്യോ. അതായത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇയാളെ ലെങ്ത് ആണ് ചേഞ്ച് ആയത് അല്ലേ? ഇതാണ് അതിൻ്റെ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ചേഞ്ച് ചെയ്ത ലെങ്ത് ഡിവൈഡഡ് ബൈ ഒറിജിനൽ ലെങ്ത് ചെയ്താൽ അവിടുത്തെ സ്ട്രെയിൻ കിട്ടും. അപ്പോൾ ബേസിക്കലി സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ ടു ദ ഒറിജിനൽ ഡയമെൻഷൻ, അല്ലെങ്കിൽ ഫ്രാക്ഷണൽ ചേഞ്ച് ഇൻ ഡയമെൻഷൻ എന്ന് പറയാം. ഇയാൾക്ക് യൂണിറ്റ് ഇല്ല. ഇത് നിങ്ങൾ അറിഞ്ഞു വെക്കണം കേട്ടോ. ഇയാൾ യൂണിറ്റ് ഇല്ലാത്തൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് എത്ര തരം സ്ട്രെസ്, എത്ര തരം സ്ട്രെയിൻ ആണ്. 3 തരം സ്ട്രെസ് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്, ഷിയറിംഗ് സ്ട്രെസ്, വോളിയം സ്ട്രെസ് എന്ന് പറയും. കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിനിന്റെ പേരുകളും ഒരു മാറ്റവും വരുന്നില്ല. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്സിന് കറസ്പോണ്ടിങ് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, ഷിയറിംഗ് സ്ട്രെയിൻ, വോളിയം സ്ട്രെയിൻ. വേറെ 2 പേരും കൂടി ഒന്ന് വീഡിയോ പോസ് ചെയ്തൊന്ന് പറയാമോ? ഷിയറിംഗ് സ്ട്രെസ്സിന് വേറെ ഏതെങ്കിലും പേര് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അതേപോലെ വോളിയം സ്ട്രെസ്സിനും വേറൊരു പേരും കൂടി ഉണ്ട്, അതുകൂടി നിങ്ങൾ കമന്റ് ചെയ്യണേ. കമന്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഷിയറിംഗ് സ്ട്രെസ്സിനെ ടാൻജൻഷ്യൽ സ്ട്രെസ് എന്നും വോളിയം സ്ട്രെസ്സിനെ ഹൈഡ്രോളിക് സ്ട്രെസ് എന്നുമാണ് അതിൻ്റെ പേരുകൾ. കറസ്പോണ്ടിങ് ആയിട്ട് സ്ട്രെയിനുകളും ഉണ്ടാവും. ഇനി അടുത്തത് ഹൂക്സ് ലോ ഫോർ ഇലാസ്റ്റിസിറ്റി. സ്പ്രിങ്ങിൻ്റെ കേസിൽ നിങ്ങൾ ഹൂക്സ് ലോ പഠിച്ചിട്ടുണ്ട്. ഇത് ഇലാസ്റ്റിസിറ്റിൻ്റെ കേസിലാണ്. അതായത് ലോ വരുന്നത് ഇങ്ങനെയാണ് മക്കളെ. ഫോർ സ്മോൾ ഡിഫോമേഷൻ, അതായത് ചെറുതായിട്ടൊന്ന് ഡിഫോം ചെയ്താൽ, ഒരു ബോഡിയെ ചെറുതായിട്ടൊന്ന് പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ്. അപ്പോൾ ചെറുതായി പിടിച്ചു വലിക്കുന്നതാണ് ഫോർ സ്മോൾ ഡിഫോമേഷൻ ഉദ്ദേശിച്ചത്. ഇനി വിത്തിൻ എലാസ്റ്റിക് ലിമിറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ സ്ട്രെസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ് കേട്ടോ. സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ എന്നാണ് ഹൂക്സ് ലോ പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് യങ് മോഡുലസ് എന്നുള്ളതാണ്. യങ്സ് മോഡുലസ് എന്നാണ് ചോദ്യങ്ങൾ വരാൻ ചാൻസ്. ഇതൊരു മോഡുലസ് ആണ്. മോഡുലസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അതായത് നമ്മളുടെ ഹൂക്സ് ലോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓർ ഇലാസ്റ്റിക് മോഡുലസ് കിട്ടും. അപ്പോൾ അതിൻ്റെ 3 തരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏതൊക്കെ തരങ്ങൾ? ഒന്നാമത്തെ യങ്സ് മോഡുലസ്. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിച്ച സ്ട്രെസ് ഏതാ? ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ്. അതിനെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് ഇയാൾ ഇക്വേഷൻ. അപ്പോൾ യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് ഡിവൈഡഡ് ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ഇത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇനി എപ്പോഴാണ് ഇയാളെ യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഒരു ഒബ്ജക്റ്റ് ഞാൻ ഇതേപോലെ ഇങ്ങനെ പിടിച്ചു വലിച്ചു. അപ്പോൾ അയാളെ ലെങ്ത് ചേഞ്ച് ആയി എന്ന് വിചാരിക്കുക. ലെങ്ത് ചേഞ്ച് ഉണ്ടെങ്കിൽ അന്നേരമാണ് നമ്മൾ യങ്സ് മോഡുലസ് അവിടെ ഡിഫൈൻ ചെയ്യുക. കൺസെപ്റ്റ് കിട്ടിയോ? അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ എഴുതാൻ നിങ്ങൾ പഠിച്ചേ പറ്റൂ. മസ്റ്റാണ്. സ്ട്രെസ്, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്ന് പറഞ്ഞാലും ഏത് സ്ട്രെസ് എന്ന് കണ്ടാലും അവിടെ നിങ്ങൾ ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ, ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതാം. ഇനി സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ എൽ എന്ന് പറഞ്ഞ ഒറിജിനൽ ലെങ്ത് ഉള്ള ഒരു ഒബ്ജക്റ്റ് എന്ത് ചെയ്യാണ്? ഡെൽറ്റ എൽ എമൗണ്ട് ആണ് നീളുന്നത് അല്ലേ? അപ്പോൾ അവിടുത്തെ ചേഞ്ച് ഡയമെൻഷൻ ഏതാ? ഡെൽറ്റ എൽ ഡിവൈഡഡ് ബൈ ഒറിജിനൽ ഡയമെൻഷൻ എന്താ? എൽ. ഇയാളൊന്ന് തിരിച്ചിട്ടാൽ നമ്മളുടെ ഇക്വേഷനായി യങ്സ് മോഡുലസ് ഈസ് ഈക്വൽ ടു ഈ എൽ മുകളിലോട്ട് വരും.
അപ്പോൾ FL ഡിവൈഡഡ് ബൈ A ഡെൽറ്റ L എന്നാണ് യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷൻ വരിക കേട്ടോ. ഇതാണ് മസ്റ്റ്. ഇതിൻ്റെ യൂണിറ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്ത് നിങ്ങൾ പറയണേ. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് ആലോചിക്കുക, സ്ട്രെയിൻ്റെ യൂണിറ്റ് ആലോചിക്കുക, എന്നിട്ട് നിങ്ങൾ അത് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ മോഡുലസ് ആണ് റിജിഡിറ്റി മോഡുലസ് എന്നും മറ്റൊരു പേരെന്താ ഷിയർ മോഡുലസ്. സോ ഈ ചാപ്റ്റർ കുറച്ച് പേരുകളാണ് മക്കളെ. ആ പേരുകൾ കേട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ വേറെ പേരെന്താ ഷിയർ മോഡുലസ്. അപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ ഒരു ബോഡിയുടെ മുകളിൽ സൈഡ് വൈസ് ഇതുപോലെ ഫോഴ്സ് ആക്ട് ചെയ്തു. അതായത് ഒരു ഭാഗം ഉറപ്പിച്ച് എൻ്റെ കാൽഭാഗം ഉറപ്പിച്ച് വെച്ച് എൻ്റെ ഹെഡിൻ്റെ മുകളിൽ ടാൻജൻഷ്യലി ഫോഴ്സ് ആക്ട് ചെയ്താൽ ഞാനൊന്ന് ചെരിഞ്ഞു പോകും. ആ കേസാണ്. അപ്പോൾ L ലെങ്ത് സൈഡുള്ള ഒരു ക്യൂബ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒന്ന് ചെരിഞ്ഞു പോയി. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് എൻഡ് ഇത്രത്തോളം നീളം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്ഡ് ആയി അല്ലേ. അപ്പോൾ അവിടെ കുഞ്ഞ് ആംഗിൾ തീറ്റ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇയാളെ ഷേപ്പ് ചേഞ്ച് ചെയ്തു. ഇയാളെ ഷേപ്പ് എന്ത് ചെയ്തു? ചേഞ്ച് സംഭവിച്ചു. അപ്പോൾ ഷേപ്പ് ചേഞ്ച് ചെയ്തു, പക്ഷേ വോളിയം ചേഞ്ച് ഇല്ലെങ്കിൽ അവിടെ നമ്മൾ ഈ സ്ട്രെസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഷിയറിംഗ് സ്ട്രെസ് ആൻഡ് ഷിയറിംഗ് സ്ട്രെയിൻ. ഷിയറിങ്ങിനെ തന്നെ നമ്മൾ എന്ത് വിളിക്കും? ടാൻജൻഷ്യൽ എന്ന് വിളിക്കും. ഇനി ഇവിടുത്തെ മോഡുലസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുക? ഏത് മോഡുലസ് ആണെങ്കിലും നമുക്ക് മോഡുലസ് ഷിയർ മോഡുലസിനെ G എന്ന് വിളിക്കാം. നമുക്ക് ഡിഫൈൻ ചെയ്യാം. അവിടുത്തെ സ്ട്രെസ്, അതായത് ഇവിടുത്തെ സ്ട്രെസ് ഏതാ? ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ ഷിയറിംഗ് സ്ട്രെയിൻ എന്നാണ് ഇക്വേഷൻ. എന്താ ഷിയറിംഗ് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ? ഏത് സ്ട്രെസ് ആണെങ്കിലും ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ ഇവിടുത്തെ സ്ട്രെയിൻ എത്ര അറിയോ? ഇവിടുത്തെ സ്ട്രെയിന് ഈ ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ അതിൻ്റെ മാറാത്ത സാധനം ഏതാ അറിയോ? ലെങ്ത് L ആയിരിക്കും കേട്ടോ. മാറാത്തത് L ആയിരിക്കും. ഡെൽറ്റ എക്സ് ബൈ L ആയിരിക്കും. അപ്പോൾ ഇയാളൊന്ന് തിരിച്ചിട്ടെ. G ഈസ് ഈക്വൽ ടു F ഇൻറ്റു L ഡിവൈഡഡ് ബൈ A ഡെൽറ്റ എക്സ് എന്നും എഴുതാം. പോരാത്തതിന് ഇതിന് വേറൊരു ഫോർമാറ്റും കൂടിയുണ്ട്. ഇവിടെ ഈ ട്രയാങ്കിൾ നോക്കുകയാണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൽറ്റ എക്സ് ബൈ L. ആൻഡ് ഈ ആംഗിൾ ചെറുതായതുകൊണ്ട് തന്നെ എനിക്ക് തീറ്റ എന്നും എഴുതാം. ടാൻ തീറ്റ എന്ന് എഴുതാം. തീറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ L എന്ന് എഴുതാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഡെൽറ്റ എക്സ് ബൈ L വരെ എനിക്ക് ആരും എഴുതാം? തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ജിക്ക് മറ്റൊരു ഇക്വേഷനായി F ഡിവൈഡഡ് ബൈ A തീറ്റ എന്നും എഴുതാം. സോ ഇതാണ് റിജിഡിറ്റി മോഡുലസ് അല്ലെങ്കിൽ ഷിയർ മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? ഒന്ന് എഴുതിയെടുത്തേ. വീഡിയോ പോസ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. മനസ്സിലാക്കുക, ഡെഫിനേഷൻ എഴുതുക, ഇക്വേഷൻ എഴുതുക, ചിത്രം വരയ്ക്കാൻ പഠിക്കുക. അടുത്തത് ബൾക്ക് മോഡുലസാണ്. എപ്പോഴാണ് ബൾക്ക് മോഡുലസ് അപ്ലൈ ചെയ്യാന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ കേസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഷേപ്പ് ചേഞ്ച് ചെയ്തു, വോളിയം ചേഞ്ച് ചെയ്തില്ലെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റിജിഡിറ്റി അല്ലെങ്കിൽ ഷിയർ മോഡുലസ്. ഇനി നേരെ തിരിച്ചാലോചിച്ച് നോക്ക്. അതായത് ഷേപ്പ് ചേഞ്ച് ഇല്ല, പക്ഷെ എന്തുണ്ട്? വോളിയം ചേഞ്ച് ഉണ്ട്. അപ്പോൾ ഒരു ബോഡിയുടെ ഷേപ്പ് ചേഞ്ച് ഇല്ല പക്ഷെ വോളിയം ചേഞ്ച് ആവുന്നുണ്ടെങ്കിലോ? അങ്ങനെയുള്ള കേസിലെ സ്ട്രെസ്സിനെ വിളിക്കുന്ന പേരാണ് വോളിയം സ്ട്രെസ്സും വോളിയം സ്ട്രെയിനും. അപ്പോൾ അവർ തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ബൾക്ക് മോഡുലസ്. കിട്ടിയല്ലോ? ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഷേപ്പ് ചേഞ്ച് ചെയ്യുന്നില്ല പക്ഷെ വോളിയം ചേഞ്ച് ആവുന്നുണ്ടെങ്കിൽ വോളിയം ചേഞ്ച് ഉണ്ടെങ്കിൽ അന്നേരം വിളിക്കുന്ന സ്ട്രെസ്സിന് വിളിക്കുന്ന പേരാണ് വോളിയം സ്ട്രെസ്, അന്നേരം വിളിക്കുന്ന സ്ട്രെയിന് പേരാണ് വോളിയം സ്ട്രെയിൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള റേഷ്യോനെ വിളിക്കുന്ന പേരാണ് ബൾക്ക് മോഡുലസ്. ഇനി എപ്പോഴാണ് ഇവർ വരിക എന്ന് ചോദിച്ചാൽ, ഒരു ഒബ്ജക്റ്റിനെ ഞാൻ എന്ത് ചെയ്തു? വെള്ളത്തിലിട്ടു. V വോളിയത്തിലുള്ള ഒരു ഒബ്ജക്റ്റിനെ വെള്ളത്തിലിട്ടു. അപ്പോൾ അതിൻ്റെ എല്ലാ സൈഡിനും ഈക്വൽ ആയിട്ട് ഇതിനെന്ത് ചെയ്യും? ഇതിനെ പ്രഷർ എക്സേർട്ട് ചെയ്യും അല്ലേ? അപ്പോൾ ഇയാളെന്താ സംഭവിക്കുക? ഇയാളൊന്ന് വോളിയം ഒന്ന് കുറഞ്ഞു. അപ്പോൾ കുറഞ്ഞിരിക്കുന്ന വോളിയം ഡെൽറ്റ V ആണ്. ഡെൽറ്റ V വോളിയം കുറയുകയാണ് ചെയ്യുക. ഓക്കെ, അതൊന്ന് കുറഞ്ഞു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ബൾക്ക് മോഡുലസ് B ഈസ് ഈക്വൽ ടു ഇവിടെയുള്ള സ്ട്രെസ്, അതേതാ? വോളിയം സ്ട്രെസ്സിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാണ്? വോളിയം സ്ട്രെസ്സിനെ വോളിയം സ്ട്രെയിൻ കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക. ഇനി വോളിയം സ്ട്രെസ്സിൻ്റെ കേസിൽ, ഇയാളെ കേസിൽ മാത്രം ഫോഴ്സ് ബൈ ഏരിയനെ നമുക്ക് പ്രഷർ ഓർ എക്സസ് പ്രഷർ എന്ന് വിളിക്കുക കേട്ടോ. ഇയാളെ കേസിൽ മാത്രം. അപ്പോൾ ഇയാളെ കേസിൽ വോളിയം സ്ട്രെസ്സിന് ഞാൻ P എന്നാണ് എഴുതുന്നത്. ഡിവൈഡഡ് ബൈ വോളിയം സ്ട്രെയിൻ എത്ര ആയിരിക്കും? വോളിയം സ്ട്രെയിൻ അവിടെ ചേഞ്ച് ചെയ്തത് ഡെൽറ്റ V ഡിവൈഡഡ് ബൈ ഒറിജിനൽ വോളിയം V. ഇനി വോളിയം കുറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു മൈനസ് കൊടുക്കും. അപ്പോൾ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്തേ. ബൾക്ക് മോഡുലസ് ഈസ് ഈക്വൽ ടു ഈ V മുകളിൽ പോട്ടെ. അപ്പോൾ മൈനസ് PV ബൈ ഡെൽറ്റ V എന്ന് കിട്ടും. സോ ഇതാണ് ബൾക്ക് മോഡുലസ് കാണാനുള്ള ഇക്വേഷൻ. ആൻഡ് ഈ നെഗറ്റീവ് എന്തിനാണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് വീഡിയോ പോസ് ചെയ്ത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. നെഗറ്റീവ് കൊടുക്കുന്നത്
വോളിയം കുറഞ്ഞു സൂചിപ്പിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ കുറച്ച് മെറ്റൽസിൻ്റെ ബൾക്ക് മോഡുലസ്, റിജിഡിറ്റി മോഡുലസ്, യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് ഏറ്റവും അടിപൊളി, ഇത് കൂടുന്തോറും നല്ലതാണ് കേട്ടോ. യങ്സ് മോഡുലസ്, ബൾക്ക്, റിജിഡിറ്റി കൂടുന്തോറും ഇലാസ്റ്റിസിറ്റിയും ബ്രേക്കിംഗ് സ്ട്രെസ്സും കൂടും. സോ നമുക്ക് യങ്സ് മോഡുലസ് എന്താണ്, യങ്സ് മോഡുലസ് ഒക്കെ ബ്രേക്കിംഗ് സ്ട്രെസ് എന്നല്ല, നമുക്ക് അയാൾക്ക് കപ്പാസിറ്റി ഉള്ള, അയാൾക്ക് താങ്ങാൻ പറ്റുന്ന കപ്പാസിറ്റി കൂടും. അപ്പോൾ യങ്സ് മോഡുലസ് കൂടുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്ക് സ്റ്റീലാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഒറ്റ ചോദ്യം കൂടി, വാട്ട് ഈസ് കംപ്രസിബിലിറ്റി റെസിപ്രോക്കൽ ഓഫ് ബൾക്ക് മോഡുലസ്? ബൾക്ക് മോഡുലസിനെ പിടിച്ച് റെസിപ്രോക്കൽ ആക്കിയാൽ നമുക്ക് കിട്ടുന്നതാണ് കംപ്രസിബിലിറ്റി, അറിഞ്ഞു വെക്കുക. ഇനി സ്ലോപ്പ് ഓഫ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്, സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ, അതായത് അല്ലേ y/x അല്ലേ നമ്മുടെ ഇയാളെ സ്ലോപ്പ് ഉണ്ടാവുക. ഒരു ഗ്രാഫിൻ്റെ സ്ലോപ്പ് എങ്ങനെ കാണുക, y ഡിവൈഡഡ് ബൈ എക്സ്. ഇവിടുത്തെ y ആരാ, സ്ട്രെസ് ആണ്, ഡിവൈഡഡ് ബൈ ഇവിടുത്തെ സ്ട്രെയിൻ, എക്സ് ആക്സ് ആരാ, സ്ട്രെയിൻ, സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ ബേസിക്കലി സ്ലോപ്പ് ഓഫ് എ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് എന്ത് വരും, മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ആണ്. ക്ലിയർ അല്ലേ? അല്ലെങ്കിൽ യങ്സ് മോഡുലസ് പറഞ്ഞാലും മതി കേട്ടോ, ഏതെങ്കിലും ഒരു മോഡുലസിൻ്റെ പേര് പറഞ്ഞാലും ഓക്കെയാണ്. ഇനി ഏതാണ് കൂടുതൽ ഇലാസ്റ്റിക്, സ്റ്റീലാണോ റബ്ബറാണോ? സ്റ്റീലായിരിക്കും ഓബിയസ്ലി. അതിന് കാരണം യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീല് ഗ്രേറ്റർ ദാൻ യങ്സ് മോഡുലസ് ഓഫ് റബ്ബർ ആണെന്ന് എഴുതി വെച്ചാൽ മതി. സോ സ്റ്റീലാണ് കൂടുതൽ എലാസ്റ്റിക്, ആരെക്കാൾ, റബ്ബറിനേക്കാൾ. അടുത്ത കേസ് സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏറ്റവും ഷുവറായി നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഒരു ടോപ്പിക്കാണ്. സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് ഓഫ് എ ടെൻസൈൽ മെറ്റീരിയൽ. ഗ്രാഫ് അവർ തരും, അല്ലെങ്കിൽ ഈ ഷേപ്പ് നിങ്ങൾ ആലോചിച്ച് വെക്കുക. അപ്പോൾ ഇതിൽ ചില പോയിന്റ്സ് നിങ്ങൾ മാർക്ക് ചെയ്യണം. പോയിന്റ്സിൻ്റെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ABCDE എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിനാണ് നമ്മൾ വരച്ചു കഴിഞ്ഞത്. ആൻഡ് ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ O മുതൽ A എന്ന് പറഞ്ഞ പോയിന്റ് വരെ, O മുതൽ A എന്ന് പറഞ്ഞ പോയിന്റ് വരെ ഹൂക്സ് ലോ ഒബേ ചെയ്യും. അപ്പോൾ എ കഴിഞ്ഞാൽ പിന്നെ ഹൂക്സ് ലോ ഒബേ ചെയ്യില്ല. എ എന്ന് പറഞ്ഞ പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ ഹൂക്സ് ലോ ഒബേ ചെയ്യില്ല. അതുകൊണ്ട് എയുടെ വിളിക്കുന്ന പേര് പ്രൊപ്പോർഷണൽ ലിമിറ്റ് എന്നാണ്. പ്രൊപ്പോർഷണൽ ലിമിറ്റ്, ഹൂക്സ് ലോയുടെ പ്രൊപ്പോർഷണാലിറ്റി അവസാനിക്കുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് എ. എ കഴിഞ്ഞാൽ പിന്നെ അനുസരിക്കില്ല. അതുകൊണ്ട് എ കഴിഞ്ഞാൽ പിന്നെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ അല്ല, വളയും. റെഡി? ഇനി ബി എന്ന് പറഞ്ഞ പോയിന്റ് വരെയാണ് മെറ്റീരിയൽ എന്ത്, എലാസ്റ്റിക്. അപ്പോൾ അപ് ടു ബി എന്താണ്, ഇലാസ്റ്റിക്കാ. ബി കഴിഞ്ഞാൽ എലാസ്റ്റിക് ആണോ അല്ല. അപ്പോൾ ബീനെ വിളിക്കുന്ന പേരാണ് എലാസ്റ്റിക് ലിമിറ്റ്, അല്ലെങ്കിൽ വേറൊരു പേരുണ്ട് yീൽഡ് പോയിന്റ്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ലിമിറ്റ്. പ്രത്യേകം പഠിക്കണേ, ഏത് വരെയാണ്, ബി വരെയാണ് എലാസ്റ്റിക്. ബി കഴിഞ്ഞാൽ പിന്നെ എലാസ്റ്റിക് അല്ല, ബി കഴിഞ്ഞാൽ അയാൾ പ്ലാസ്റ്റിക്കാണ്. ബിയോണ്ട് ബി ഇറ്റ്സ് പ്ലാസ്റ്റിക്. ആൻഡ് സിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഡി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൻ്റെ, നമ്മുടെ ഗ്രാഫിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് പോയിന്റ് ആണ്. അപ്പോൾ അതിനെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് എന്നോ അല്ലെങ്കിൽ പോയിന്റ് എന്ന് വിളിക്കും. അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെങ്ത് അല്ലെങ്കിൽ പോയിന്റ് എന്ന് വിളിക്കും. ഇനി ഡീൻ്റെ പേര് പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. എടാ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇതാ ഇവിടെ ഒരു എന്തുണ്ട്, ഇവിടെ ഒരു SU എന്ന് പറഞ്ഞ ടേം ഉണ്ട്. SU എന്നും പറയും, അല്ലെങ്കിൽ സിഗ്മ യു എന്നും പറയും. അപ്പോൾ എന്താ ഈ SU എന്ന് വെച്ചാൽ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. നമ്മുടെ മെറ്റീരിയലിനും എക്സ്പീരിയൻസ് ചെയ്യുന്ന മാക്സിമം സ്ട്രെസ്സിന് വിളിക്കുന്ന പേരാണ് SU, അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്. റെഡി? ഇനി അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഇതേപോലെ ലാസ്റ്റ് ഒരു E എന്ന് പറഞ്ഞ പോയിന്റ് എത്തിയാൽ മെറ്റീരിയൽ പൊട്ടിപ്പോവും. അതിനെ വിളിക്കുന്ന പേരാണ് ഫ്രാക്ചർ പോയിന്റ് എത്തിയാൽ പിന്നെ എന്തിപ്പം ഡാമേജ് ആയിപ്പോവും. സിമിലർലി ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്തുണ്ട്, സിഗ്മ Y എന്നോ അല്ലെങ്കിൽ SY എന്നോ റെപ്രസെൻറ്റ് ചെയ്യാം. എന്തായിരിക്കും ബിയുടെ പേര് ആലോചിച്ചേ? ബിയുടെ പേര് എലാസ്റ്റിക് ലിമിറ്റ് അല്ലെങ്കിൽ yീൽഡ് പോയിന്റ് എന്നാണ്. അപ്പോൾ ഇയാളുടെ പേര്, ഈ സ്ട്രെസ്സിൻ്റെ പേര് yീൽഡിങ് സ്ട്രെസ് അല്ലെങ്കിൽ എലാസ്റ്റിക് സ്ട്രെസ് എന്നൊക്കെ പറയാൻ പറ്റും. സെറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇതിൽ നിന്ന് പഠിക്കാനുള്ളത്. ആൻഡ് ഒരാളും കൂടിയുണ്ട് ഇവിടെ. ഇയാൾ മെറ്റീരിയൽ O എന്ന് പറഞ്ഞിട്ട്, അതായത് ബിയോണ്ട് ബി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഗ്രാഫ് തിരിച്ചു വരുന്ന വഴി C വഴി ഇങ്ങനെ വരിക, എന്നിട്ട് O'-ലെത്തുക. തിരിച്ച് O'ലെത്താൻ പറ്റില്ല. അപ്പോൾ O'-നെ വിളിക്കുന്ന പേരാണ് പെർമനന്റ് സെറ്റ്. അതായത് പെർമനന്റ്ലി മെറ്റീരിയൽ ഡാമേജ് ആയിരുന്ന ഗ്രാഫും തരുന്നതാണ് O' എന്ന് പറഞ്ഞ ഭാഗം. ഇനി ഇതെന്നുള്ള മറ്റു ചില ചോദ്യങ്ങൾ കൂടി, ഇതുവന്ന് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുക കേട്ടോ. അപ്പോൾ എവിടെയാണ് എലാസ്റ്റിക്? ഞാൻ പറഞ്ഞു എലാസ്റ്റിക് ഏത് വരെയാണ്, O മുതൽ B വരെയാണ് എലാസ്റ്റിക് എന്ന് പറഞ്ഞ റീജിയൻ. എലാസ്റ്റിക് റീജിയൻ ആണ്. ബി മുതൽ പിന്നെ അങ്ങോട്ട്, അതായത് E വരെ പിന്നെന്താണ്, പ്ലാസ്റ്റിക് റീജിയൻ ആട്ടോ. പിന്നെ കംപ്ലീറ്റ്ലി ഒരിക്കലും മെറ്റീരിയലിന് റീഗെയിൻ ചെയ്യാൻ പറ്റില്ല. ഇനി എങ്ങനെയാണ് ബ്രിട്ടിൽ ആൻഡ് ഡക്ടൈൽ? ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോവുക, ഡക്ടൈൽ എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടാൻ പറ്റുക. മക്കളെ വലിച്ചിങ്ങനെ നീട്ടുന്നതിനെ ഡക്ടൈൽ എന്നും, ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന. അപ്പോൾ അത് ഈ ഡിയും ഇയും, ഡി ആൻഡ് ഇ ക്ലോസ് ആണെങ്കിൽ വളരെ അടുത്താണെങ്കിൽ അവർ ബ്രിട്ടിലാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ. എന്നാൽ ബിയും ഡിയും ഫാർ ആണെങ്കിൽ അവർ ഡക്ടൈൽ ആണെന്ന് പറയാം. അതായത് പെട്ടെന്ന് പൊട്ടിപ്പോയില്ല, വലിച്ചു നീട്ടാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ, ഇതുപോലെ ചോദ്യങ്ങൾ വരും. ഗ്രാഫ് തന്നു എന്നിട്ട് ചോദിക്കുകയാണ്, ഇതിലേതാണ് റോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്? ഫോർ ക്രെയിൻസ്.
ക്രെയിൻ ഉണ്ടാക്കാനുള്ള റോപ്പ് നമ്മൾ ഏതാ യൂസ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം സ്ലോപ്പ് എന്താ തരിക മക്കളെ? സ്ലോപ്പ് യങ്സ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലസ് തരും, യങ്സ് മോഡുലസ്. ആൻഡ് യങ്സ് മോഡുലസ് കൂടുന്തോറും ഇലാസ്റ്റിസിറ്റി കൂടും. ഇലാസ്റ്റിസിറ്റി എന്ത് ചെയ്യും? കൂടുക ചെയ്യുക, ഇലാസ്റ്റിസിറ്റി കൂടും. അപ്പോൾ കൂടുതൽ സ്ലോപ്പുള്ള ആൾക്ക് കൂടുതൽ ഇലാസ്റ്റിസിറ്റി, അപ്പോൾ അയാൾ കുറച്ചും കൂടി നിലനിൽക്കും, അയാൾക്ക് കുറച്ചുകൂടി സ്ട്രെസ്സിനെ എന്ത് ചെയ്യാം, വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എ ആണോ ബി ആണോ കൂടുതൽ കർവുള്ള സ്ലോപ്പുള്ള? എ ആണല്ലേ, എ ആണ് കൂടുതൽ സ്ലോപ്പ് ഉള്ളത്. അതുകൊണ്ട് തന്നെ യങ്സ് മോഡുലസ് ഓഫ് എ ഗ്രേറ്റർ ദാൻ യങ്സ് മോഡുലസ് ഓഫ് ബി ആയിരിക്കും. അപ്പോൾ നമ്മൾ ആരാണ്? യങ്സ് മോഡുലസ് കൂടുതലുള്ള ആളാണ് റോപ്പിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുക. സോ എ എന്ന് പറഞ്ഞ മെറ്റീരിയലാണ് നമ്മൾ യൂസ് ചെയ്യുക കേട്ടോ. ക്ലിയർ അല്ലേ? ഇനി അടുത്ത എന്താണ് ഇലാസ്റ്റോമേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇലാസ്റ്റോമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റിയൽ ലൈഫിൽ ഇലാസ്റ്റിക് മെറ്റീരിയൽസ് എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഇലാസ്റ്റോമേഴ്സ് ബേസിക്കലി കുറച്ച് പിടിച്ചു വലിച്ചാൽ ഒരുപാട് വലിയുന്നവ. അതായത് കുറഞ്ഞ സ്മോൾ സ്ട്രെസ്സിന് ലാർജ് സ്ട്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പറ്റുന്ന ആൾക്കാരെ വിളിക്കുന്നവരാണ് എലാസ്റ്റോമേഴ്സ്. അപ്പോൾ സബ്സ്റ്റൻസസ് ലൈക്ക് ടിഷ്യൂ ഓഫ് അയോട്ട അല്ലെങ്കിൽ റബ്ബർ വിച്ച് ക്യാൻ സ്ട്രെച്ച് ടു കോസ് ലാർജ് സ്ട്രെയിൻ. ലാർജ് സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയാൻ പറ്റും. എക്സാമ്പിൾ ഏതൊക്കെയാണ്? അയോട്ട അല്ലെങ്കിൽ റബ്ബർ. അതിൻ്റെ സ്ട്രെസ് സ്ട്രെയിൻ ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് നിങ്ങളൊന്ന് ആലോചിച്ച് വെക്കുക. അതിൻ്റെ ഷേപ്പ് സ്ട്രെസ് വേഴ്സസ് സ്ട്രെയിൻ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയായിരിക്കും കേട്ടോ, ഇങ്ങനെയായിരിക്കും. അടുത്തത് വൈ ബീംസ് വിത്ത് ക്രോസ് സെക്ഷണൽ ഷേപ്പ് ഈസ് ഓഫ് ക്യാപിറ്റൽ ഐ. ക്യാപിറ്റൽ ഐ ഷേപ്പിലാണ് നമ്മൾ ബീംസ് ഉണ്ടാക്കുക. അതിന് കാരണം ഈ ഭാഗത്തുള്ള മെറ്റീരിയലൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് എന്ത് ചെയ്യാം, മെറ്റീരിയലിൻ്റെ വെയിറ്റ് കുറയ്ക്കാം, കോസ്റ്റ് കുറയ്ക്കാം വിത്തൗട്ട് സാക്രിഫൈങ് സ്ട്രെങ്ത്. ആൻഡ് മറ്റൊരു കാര്യമുണ്ട് ബക്കിളിങ്. ബക്കിളിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ബീം അല്ലെങ്കിൽ ഗിർഡറിൻ്റെ മുകളിൽ ഫോഴ്സ് കൊടുത്താൽ അയാൾ ഇങ്ങനെ സൈഡ് വൈസ് ബെൻഡായി പോകും. അതിനെ പറയുന്ന പേരാണ് ബക്കിളിങ്. ഈ ബക്കിളിങ് എന്ന് പറഞ്ഞ പരിപാടി ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഐ ഷേപ്പ് ബീമിലൂടെ സാധ്യമാണ്. സോ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മളുടെ സോളിഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ള. ഇനിയും യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. അതിൽ വളരെ സിമ്പിളായിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് യൂണിറ്റ്സിൽ FPS, CGS, MKS ടേബിളിൽ ഒരു പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. ടേബിൾ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. ഇനി അടുത്തത് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് 7 എണ്ണവും അതിൻ്റെ യൂണിറ്റും കൃത്യമായിട്ട് പഠിക്കുക. അറിയാത്തൊരു കുട്ടി പോലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഫോർ എക്സാമ്പിൾ amount ഓഫ് സബ്സ്റ്റൻസിൻ്റെ SI യൂണിറ്റ് മോളാണ്. കാൻഡിലയുടെ ഫിസിക്കൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ലൂമിനസ് ഇൻറ്റൻസിറ്റിയാണ്. കറണ്ടിൻ്റെത് ആംബിയർ ആണ്, അല്ലെങ്കിൽ ആംബിയറിൻ്റെ കറണ്ടാന്നൊക്കെ അറിഞ്ഞു വെക്കുക. ആൻഡ് 1 ആങ്സ്ട്രം എത്ര മീറ്റർ ആണെന്നുള്ള ടൈപ്പ് ചോദ്യങ്ങളുണ്ടാവും. 10⁻⁻10 എന്ന് മാത്രം എഴുതിയാൽ പോരാ, മീറ്റർ എന്നും കൂടി എഴുതണം കേട്ടോ. 1 ആങ്സ്ട്രം ഈസിക്കൽ 10⁻⁻10 മീറ്റർ ആണ്. അടുത്തത് എന്താണ് SI യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ? പ്ലെയിൻ ആംഗിളിൻ്റെ SI യൂണിറ്റിൻ്റെ പേര് റേഡിയൻ എന്നാണ് കേട്ടോ. റേഡിയൻ സിമ്പിൾ എന്താടാ? RAD. അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. 360 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്നാണ് നിങ്ങൾ ട്രിഗ്നോമെട്രിയിൽ ഈ വർഷം പഠിച്ചത്? ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അങ്ങനെയാണെങ്കിൽ SI യൂണിറ്റ് ഓഫ് സോളിഡ് ആംഗിൾ. സോളിഡ് ആംഗിളിൻ്റെ SI യൂണിറ്റ് സ്റ്റെറേഡിയൻ എന്നാണ്. സ്റ്റെറേഡിയൻ എന്നാണ്. സിമ്പിൾ എന്താ വരുന്നത് വെച്ചാൽ SR എന്നാണ് വരുന്നത് കേട്ടോ. ദാറ്റ്സ് ഇറ്റ്, അത്രയേ ഉള്ളൂ. ഇനി ഡയമെൻഷൻ ഇല്ലാത്ത കുറച്ച് ക്വാണ്ടിറ്റീസിൻ്റെ പേര് പഠിക്കണം. പ്ലെയിൻ ആംഗിൾ, സോളിഡ് ആംഗിൾ, സ്ട്രെയിൻ, റിലേറ്റീവ് ഡെൻസിറ്റി ഒന്നും എന്തില്ല, ഡയമെൻഷൻ ഇല്ല കേട്ടോ. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി സ്റ്റേറ്റ് ചെയ്യാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡയമെൻഷൻ ഓഫ് LHS ഇൻ RHS ഓഫ് ആൻ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം. LHSൻ്റെയും RHSൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആണ്. അപ്പോൾ LHS ഈക്വൽ ടു RHS എന്ന് മാത്രം എഴുതിയാൽ പോരാ, ആ സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഡയമെൻഷൻസ് ഓഫ് ഓൾ ടേംസ് ഇൻ ഇക്വേഷൻ മസ്റ്റ് ബി സെയിം എന്ന് പറയാം. പക്ഷേ ഇത് എഴുതിയാൽ മതി. നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാൻ പഠിക്കണം, സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ മറക്കരുത്. അപ്പോൾ ഇതിനുമായി ബന്ധപ്പെട്ട ചില അപ്ലിക്കേഷൻ ചോദ്യം ഉണ്ടാവും. അതിലൊന്നാണ് ക്യാൻ ടൈം ആൻഡ് വെലോസിറ്റി ബി ആഡഡ്? ഇല്ല, ടൈമിനെ വെലോസിറ്റി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇല്ല, ടൈമിനെ ടൈമായിട്ടും വെലോസിറ്റി ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത് ആരാണ്? പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പറയുന്ന കേട്ടോ. സോ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജീനിറ്റി പ്രകാരം സെയിം ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ഉള്ള, അതായത് എയും ബിയും കൂട്ടണോ കുറയ്ക്കണമെങ്കിൽ അതിനുള്ള കണ്ടീഷൻ എന്താ? എന്റെ ഡയമെൻഷനും ബിൻ്റെ ഡയമെൻഷനും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. റെഡി. അടുത്തത് ഇതുപോലുള്ള ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ഇക്വേഷൻ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു ഇക്വേഷൻ എന്നാൽ കറക്റ്റ് ആണോ ചെക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തില്ല, ടേംസിനെ കണ്ടെത്താം. അപ്പോൾ ഏതൊക്കെ? ഒന്ന് V² ആണ്, മറ്റേത് U² ആണ്, മറ്റൊന്ന് 2as ആണ്. ഇവർക്ക് എല്ലാവർക്കും സെയിം ഡയമെൻഷൻ ആണോ നമുക്ക് ചെക്ക് ചെയ്യാം. V² ഡയമെൻഷൻ എങ്ങനെയാണ് കാണുക? V എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയുന്ന കാര്യമാണ്, വെലോസിറ്റിയാണ്. വെലോസിറ്റി (10⁻⁻1) ആണ്. അതിന് സ്ക്വയർ വരുമ്പം L²T⁻⁻2 എന്ന് വരും. റെഡി. V² ഡയമെൻഷൻ കണ്ടു. അതേപോലെ U² ഡയമെൻഷൻ നമുക്ക് കാണാം. U എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റിയാണ്. ഇനീഷ്യൽ വെലോസിറ്റി ഡയമെൻഷൻ എന്താ? L(T⁻⁻1) അതിന് സ്ക്വയർ വരും. അപ്പോൾ എന്തായിരിക്കും? L²T⁻². സോ ഇയാളുടെ ഡയമെൻഷനും ഓക്കെ ആണ്, രണ്ട് ഈക്വൽ ആണ്. ഇനി ഒരാളുടെ ഡയമെൻഷൻ കൂടി ഉണ്ടല്ലോ, 2as ഡയമെൻഷൻ കൂടി നമുക്ക് ചെക്ക് ചെയ്യാം. 2ൻ്റെ ഡയമെൻഷൻ വേണ്ട, സ്കിപ്പ് ചെയ്ത്, നമ്പറിൻ്റെ ഡയമെൻഷൻ ഇല്ല, സ്കിപ്പ് ചെയ്യാം. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ L(T⁻²) ഇൻറ്റു എസ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, L(1). അപ്പോൾ L × L L²T⁻².
അപ്പോൾ എല്ലാ ടേംസിൻ്റെ ഡയമെൻഷനും സെയിം ആണ്. അപ്പോൾ നിങ്ങൾ എഴുതുക ഡയമെൻഷൻ ഓഫ് LHS ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് RHS. എടാ മക്കളെ ഈ സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ദെയർഫോർ കറക്റ്റ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി 2 വര കേട്ടോ, അപ്പോഴാണ് പൂർണ്ണമാവുക. അടുത്തത് ഇതുപോലുള്ള ചില ചോദ്യങ്ങളുണ്ടാവും. ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ നിന്ന് അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല കാണാൻ പറഞ്ഞു. F = -kx ആണ്. F എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ആണ്, X എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണെന്ന് പറഞ്ഞു. അപ്പോൾ F = -kx എന്നുള്ള ഇക്വേഷൻ നിങ്ങൾ എഴുതുക. ഓർ ഇതൊന്ന് K അല്ല നമ്മളോട് കാണാൻ പറഞ്ഞാൽ Kയുടെ ഡയമെൻഷനില്ല, K = -F/x എന്ന് എഴുതാലോ. റെഡി. ഇനി ഡയമെൻഷൻ കൊടുത്തേ, ഇനി 2 സൈഡും ഡയമെൻഷൻ കൊടുത്തേ. ഡയമെൻഷൻ കൊടുക്കുമ്പോൾ നമ്മൾ മൈനസ് ഒന്നും വേണ്ട കേട്ടോ. ഡയമെൻഷൻ കൊടുക്കുന്ന സമയത്ത് മൈനസിൻ്റെ ഒരു കാര്യമില്ല, മൈനസ് ഒന്നും വേണ്ട. അപ്പോൾ ഈ ഡയമെൻഷൻ കൊടുത്താൽ മതി. ഇടാം ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്താ, MLT⁻² ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ് L. അപ്പോൾ ക്യാൻസലായി പോയാൽ ആരൊക്കെ ക്യാൻസലാവും, ഈ L ക്യാൻസലായി പോയാൽ MT⁻² എന്ന് എഴുതാം. ഇതാണ് ഡയമെൻഷൻ, ഇതാണ് നമ്മുടെ സ്പ്രിംഗ് കോൺസ്റ്റൻ്റെ ഡയമെൻഷൻ. ഇനി അടുത്തത് സിഗ്നിഫിക്കൻറ്റ് ഫിഗർ. ഇതല്ലാതെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ബാക്കി ഏത് പ്രോബ്ലം ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പല വെറൈറ്റി ചോദ്യങ്ങളുണ്ടാവും. കറക്റ്റ്നെസ്സിനും ഇങ്ങനത്തെ ടൈപ്പിനും പല വെറൈറ്റി ചോദ്യങ്ങളുണ്ടാവും. അത് നമ്മൾ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്ത് നിങ്ങൾ മാക്സിമം കറക്റ്റ് ചെയ്ത് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് നിങ്ങൾക്ക് ഉറപ്പൊന്നും പറയുന്നില്ല, പക്ഷേ ഏതെങ്കിലും ചോദ്യം ഉറപ്പായിട്ടും വരും. ഇതെന്നാണോ എന്ന് ഉറപ്പ് ഞാൻ പറയുന്നില്ല. സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നോൺ സീറോ ഫിഗർ ആണോ ഉറപ്പായിട്ട് സിഗ്നിഫിക്കൻ്റ് ആണ്. ഇനി അപ്പോൾ ഒരു കൺഫ്യൂഷനും ഇല്ല. 0 ആകുമ്പോഴേ പ്രശ്നമുള്ളൂ. 0 3 പോസിബിലിറ്റി. ഒന്ന് ലീഡിങ് സീറോസ്, അതൊരിക്കലും സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനി ട്രാപ്ഡ് നടുവിൽ കിടക്കുന്ന സീറോസ് സിഗ്നിഫിക്കൻ്റ് ആണ്. എൻഡിങ് സീറോ സിഗ്നിഫിക്കൻ്റ് ആവണമെങ്കിൽ അത് ആഫ്റ്റർ ഡെസിമൽ വരണം. ബിഫോർ ഡെസിമൽ ഒരു കുത്തിന് മുമ്പാണെങ്കിൽ അത് സിഗ്നിഫിക്കൻ്റ് അല്ല. ഇനി പവർ ഓഫ് 10 ഒന്നും സിഗ്നിഫിക്കൻ്റ് അല്ല. അത് പ്രകാരം നമുക്കൊരു പ്രോബ്ലം ആണ്. അപ്പോൾ ഞാൻ 2-3 ഞാൻ ചെയ്യാം. ഇതിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ സിഗ്നിഫിക്കൻ്റ് നോൺ സീറോ നമ്പേഴ്സിനെ സിഗ്നിഫിക്കൻ്റ് ആക്കുക. ഇനി ഇതിൽ നോൺ സീറോ, ഇതിൽ നോൺ സീറോ, ഇത് നോൺ സീറോ, ഇതും നോൺ സീറോ. ബാക്കി ഇവിടെ നിങ്ങൾ നോക്കുക 10ൻ്റെ പവർ സിഗ്നിഫിക്കൻ്റ് അല്ല. അപ്പോൾ അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി ബാക്കി ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് ഇപ്പോൾ ചെയ്ത് നോക്കിക്കേ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മുമ്പെടുത്ത ലൈവിലൊക്കെ ഉണ്ട്, വേഗം നോക്കിക്കോ, ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഇതേപോലെ എല്ലാ ചാപ്റ്റേഴ്സും താഴെ ഉണ്ട്, പ്ലേലിസ്റ്റിൽ ഉണ്ടാവും, ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടുണ്ടാവും. സോ ബൈ.